പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ ന്യൂ ഇയർ ആയിട്ടല്ലേ, ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. പുതിയൊരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇരട്ടി മധുരം. എന്താണ് കിട്ടിയത് നമുക്ക്? പറയുകയാണെങ്കിൽ പ്ലേ ബട്ടൺ. പ്ലേ ബട്ടൺ കിട്ടിയട്ടാ ഞങ്ങക്ക്. കാര്യം അല്ലേ, ന്യൂ ഇയറിന്റെ ആ ദിവസം കഴിഞ്ഞ മാസം 1-ാം തീയതി നമ്മള് 100K. കഴിഞ്ഞ മാസം 1-ാം തീയതി ഞങ്ങൾ 100K ആയത്. അപ്പൊ 31 ഇന്നലെ നമുക്ക് കൊറിയർ വന്ന് കൈ കിട്ടി. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാലാന്ന് വെച്ച് അങ്ങനെ അല്ലേ, ന്യൂ ഇയർ ആയിട്ട് നമുക്ക് പൊട്ടിക്കാലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അല്ലേ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പറയാൻ ബാക്കി ഭയങ്കര സന്തോഷം. എന്ത് പറയുന്നത് അറിയാമല്ല. അപ്പൊ എന്തായാലും ഞങ്ങളിത് അൺബോക്സ് ചെയ്ത് കാണിക്കാട്ടാ. ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ്. ഇയാൾക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങളിത് പൊട്ടിച്ചായിരുന്നു. അതൊരു ഷോർട്സിന് വേണ്ടിട്ട് പൊട്ടിച്ചാണ് കേട്ടോ. ഞങ്ങളൊരു ഷോർട്സിന്റെ ബാക്കിൽ ഈ പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് കാണിച്ചാണ്. അപ്പൊ അങ്ങനെ പൊട്ടിച്ചാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഞങ്ങൾക്കിത് കിട്ടാൻ കാരണം നിങ്ങളല്ലേ. അപ്പൊ നിങ്ങളതിൽ ഇത് ആദ്യം കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങള് അല്ലേ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാന്ന് വെച്ചത്. പൊട്ടിക്കാവോ? ഇത് ഒരാള് ഭയങ്കര ആകാംക്ഷ നിൽക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ കാരണം നിങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കാണ് ഒരുപാട് നന്ദി. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എല്ലാവർക്കും നിങ്ങളോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഇത് കിട്ടുമെന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലേ. ഡാനി എപ്പോഴും ഞങ്ങള് ഇവനിങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും. ആള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പൊ ഞങ്ങക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് പ്ലേ ബട്ടൺ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അതിന്റെയൊക്കെ എല്ലാം നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയത്. അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ ഒന്ന് ഇരുട്ടി, ഞങ്ങളെ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ ആ വഴി ഒന്ന് ഇരുട്ടി. ഇപ്പൊ പെട്ടെന്ന് ഇത് എടുത്ത് തീർത്തേക്കാൻ എന്തായാലും, അല്ലെ പിന്നെ മൊത്തം ഇരുട്ടി പോകൂടെ, ലൈറ്റൊന്നും ഇല്ല. ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങള് ഷോർട്സ് എടുക്കാൻ വേണ്ടി സ്ഥലമുണ്ടത്. കാണിച്ചു കൊടുക്കട്ടെ. നമ്മളിത് തുറക്കുമ്പോ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വെൽവെറ്റിന്റെ സ്പോഞ്ചാണ്. പിന്നെ യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇടാ. പിന്നെ അതെന്ത് സംഭവം? ഒരു കാർഡ്. എന്റെ മോനെ താഴ്ത്തിട്ടല്ലേ എടുത്തരാ. പിന്നെ പ്ലേ ബട്ടൺ. നമ്മുടെ പ്ലേ ബട്ടൺ ചാടി ഇറങ്ങിയതാണ്. അങ്ങോട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോ എന്താന്ന് അറിയാൻ പറ്റില്ല, ഇത് ചെറുതായിപ്പോയടാ. ഇതിനു മുമ്പൊക്കെ എല്ലാവർക്കും എന്താ പറയാ, യൂട്യൂബ് പ്ലേ ബട്ടൺ എല്ലാം ചെറുതാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടിയത് ചെറുതാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇനിയുള്ള എല്ലാവർക്കും ഇതായിരിക്കും കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ചെറുതല്ല. എല്ലാവരുടെയും വളർച്ച ദിവസം കഴിയുമ്പോ വലുതാവും. ഈ പ്ലേ ബട്ടന്റെ വളർച്ച ദിവസം കഴിയും തോറും ചെറുതായി ഇയാള് പറയണ കേട്ടോ. അപ്പൊ ഇതെന്താ ഒരു ടിക്കറ്റ് ആണ്. ഇതും എന്തൊക്കെ യൂട്യൂബിന്റെ ആണ്. പ്ലേ ബട്ടന്റെ തുടക്കാനാണ് ഒരു സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു 2 ഗ്രാത്തിന്റെ എന്തോ സംഭവമാണിത്. എന്താണെന്ന് അറിയില്ല. അതിന്റെ അകത്ത് വെച്ചാണ് കേട്ടോ. അതെന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിത് കിട്ടുമെന്ന് നമ്മൾ ഓർത്തതല്ല. കാര്യം ഞങ്ങളൊരു 2-3 മാസം മുമ്പ് ഞങ്ങൾ നിർത്തി പോയതാണ് സത്യം പറഞ്ഞത്. ഞങ്ങൾ ഇത് ഇട്ട് മടുത്ത് സത്യം പറഞ്ഞാൽ എടുത്തെടുത്ത് എടുക്കണല്ലാണ്ട് നമുക്കൊരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ വണ്ടി ഓട്ടമാണെങ്കിൽ ഓട്ടം പോയിട്ട് വന്ന് ഇതെടുത്ത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അധികം സമയം അങ്ങനെ വരാറില്ല. കാര്യം ഒരു 2 മണിക്കൂർ നമ്മൾ 1-2 മണിക്കൂറിൽ നമ്മൾ എടുത്ത് തീർക്കും. പക്ഷെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ രണ്ടാമത് ചെയ്യണം. അങ്ങനെയൊക്കെ ഞാൻ കിടക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ 1 മണി 1:30 ആവും. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ 10 മണി. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കും. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇന്നിപ്പോ ന്യൂ ഇയർ ആയിട്ട് ഓടണില്ല. അല്ലാത്തപ്പോ നമ്മൾ ന്യൂ ഇയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ട് ഞാൻ വണ്ടി ഓടാൻ പോകും. പിന്നെ അവിടെ ഓട്ടം ഇല്ലാണ്ട് കിടക്കുന്ന സമയത്താണ് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഡാങ്കൂട്ടം കഴിച്ച് കിടക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ എങ്ങനെ പോലെ ഒരു 10-11 1 മണി. ഞാൻ ഇവര് കിടക്കും. വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 1 മണിയൊക്കെ ആവും സാധാരണ കിടക്കുമ്പോൾ. അപ്പം അത്രയും നമ്മൾ കഷ്ടപ്പെട്ട്
കുറെ അങ്ങോട്ട് പോയപ്പോ മാത്രല്ല അവൻ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇവന് പിന്നെ ഇവനായിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നല്ലോ. സ്കൂളിൽ നിന്ന് വന്നവനെ എന്തെങ്കിലും ചായ കുടിച്ചിട്ട് നമ്മളൊരു 4-4:30 ഒരുങ്ങി പോണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്കുള്ളിൽ എടുത്ത് തീർത്തില്ലെങ്കിൽ ഇരുട്ട് വായി പോകും. ബുദ്ധിമുട്ടാണ്. പിന്നെ അവന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ എടുത്ത് അപ്പൊ നമ്മള് എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയെന്ന് പറയാൻ കണ്ടത് നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ്. ഞങ്ങളത് അങ്ങനെ നിർത്തിക്കളഞ്ഞാണ്. പിന്നെ രണ്ടാമത് എന്താ പറയാ നമ്മള് എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോ നമ്മളെ പോലും അറിയാൻ പാടാത്ത ആൾക്കാർ വരെ നമ്മളോട് എന്താ പറയാ വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലേ കൊള്ളാട്ടെന്നൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ ഒരു എന്താ പറയാ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി. അങ്ങനെ രണ്ടാമത് പിന്നെ എന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്ന് തുടങ്ങിയതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്തോണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ എനിക്ക്. നന്ദി എന്താ പറയാന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷം. കാരണം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അറിയാം ഇതിന്റെ ഒരു സന്തോഷം എന്തായിരിക്കും ഇത് കിട്ടിയാൽ. ശരിക്കും പറഞ്ഞാ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞാൻ പറയാം 1 മിനിറ്റ് വീഡിയോ ഉള്ളു. അപ്പൊ ആൾക്കാർ ഓർക്കും എന്താണെന്നൊക്കെ ഓർക്കും. പക്ഷെ ആരുടെ വീഡിയോസ് ആയാലും ഇപ്പൊ നമ്മുടെതല്ല വേറെ ആരുടെ ആണെങ്കിലും അതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാര്യം അത് നമ്മൾ പറയും ഇപ്പൊ മിക്ക വീഡിയോയുടെ താഴത്തൊക്കെ ചെന്നിട്ട് ആൾക്കാർ പറഞ്ഞ കാണാം എനിക്കൊക്കെ വല്ല വേല എടുത്ത് നൂടാന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പണിക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും റിസ്ക് ഇല്ലെന്ന് എനിക്ക് തോന്നണം. ഇത്രയും കഷ്ടപ്പാടും കാര്യമൊന്നും ഇല്ല. കാര്യം ഇത് ഉറക്കം നിപ്പ് അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചില വീഡിയോടൊക്കെ താഴത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ വല്ല വില കോഴിക്കൂടാന്നൊക്കെ പറയും. വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇപ്പൊ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ പുറകിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്ത് 10 രൂപ കിട്ടി അവർക്കൊരു നല്ല ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടി ആയിരിക്കും അവർ ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമ്മൾ ആരെയും നമ്മൾ കണ്ടില്ലെങ്കിൽ കാണണ്ട. ആരുടെയും വീഡിയോ നമ്മൾ കാണുന്നത് ഞാൻ അങ്ങനെയാണ്. അവർ ഇന്ന് വരെ നമ്മളൊരാളുടെ വീഡിയോയുടെ താഴത്ത് പോയിട്ട് ഞാനൊരു മോശമായിട്ടും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾക്കൊണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ബുദ്ധിമുട്ട് പറഞ്ഞല്ല കേട്ടോ. എന്നാലും ഞാൻ പറയണേ അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ എല്ലാരും ചെയ്യുക. എനിക്ക് എത്ര പറയാള് ഇതിപ്പോ നമ്മള് ഇത് ചെയ്യാ നമുക്കിത് കഴിഞ്ഞു. എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ ഡാൻസ് പോലും കളിക്കാത്ത ഒരാളായിരുന്നു സത്യം പറയാല്ലോ. അപ്പൊ ജീവിതത്തിലേക്ക് വന്നപ്പോ നമുക്ക് എന്താ പറയാ ഞാനൊരു പാട്ട് പോലും പാടിയില്ല മുമ്പ്. അപ്പൊ ഇതൊക്കെ ചെയ്യണത് വേറെ ഒന്നുമല്ല. നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. നമുക്കറിയാം ഇപ്പൊ വണ്ടി ഓടിക്കും, പിന്നെ വുഡിന്റെ വർക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ കുറച്ച് പെയിന്റിങ്ങിനൊക്കെ അറിയാം. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഞാൻ പണിക്ക് പോകും, നമ്മൾ എന്ത് പണിക്കും പോകും. എന്നാലും ഞാൻ പറയും പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെയ്താലും നമുക്ക് എന്താ പറയാ ഒരു കഷ്ടപ്പാടുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാ എന്താ പറയാ നമ്മുടെ പിള്ളേർക്കൊക്കെ നല്ലൊരു ഭാവി അത് നമ്മൾ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കണത്. അല്ലേ റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് പറയുന്ന അറിയാൻ പോലാടാ. പിന്നെ ഇത് പറഞ്ഞു നീട്ടണില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇവന് ഭയങ്കര എന്താ ഇവന് ഗോൾഡൻ പ്ലേ ബട്ടൺ അതൊക്കെ കിട്ടട്ടെ മോനെ. നമ്മ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ എന്താ പറയാ എല്ലാവർക്കും ആഗ്രഹം വേണം. കുറച്ചെങ്കിലും ആഗ്രഹിച്ചാലേ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എന്താ പറയാ വീഡിയോ നമ്മള് നിർത്തി മൊത്തം ഇരുട്ടി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സന്തോഷമായിട്ട് ഇനി എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ പുതിയ വർഷമായിട്ട് എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വീഡിയോ വെച്ച് നിർത്തിയാണ് അല്ലേ. ടാറ്റാ ബൈ ബൈ. അപ്പൊ പിന്നെ വേറെ കാര്യം കൂടെ, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് എന്താ പറയാ നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയത്. അപ്പൊ ഇനി നമ്മുടെ വീഡിയോ കാണുമ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരാണെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെ കമന്റ് ഒന്നും ആരും ഇടാറില്ല. സാരമില്ല, കുഴപ്പമില്ല. അങ്ങനെ എന്താ പറയാ ഇഷ്ടമുള്ളവർക്ക് ഇടാല്ല. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇടുക. ഇപ്പൊ നല്ലതായാലും ചീത്തയായാലും ഇട്ടേക്കണം. നമുക്കറിയില്ല. ഇപ്പൊ കണ്ട് നിങ്ങൾ ഒന്നും പറയാണ്ട് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാതെ കൊള്ളൂല കേട്ടോ. ഇന്ന ഭാഗം കൊള്ളൂല, നിങ്ങളുടെ അഭിനയം കൊള്ളൂല പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും നമുക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചേഞ്ചൊക്കെ മാറ്റം വരുത്താം അതിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി വലിച്ചു കിട്ടണില്ല. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.